ഹായ് ഹലോ അസ്സാം വലൈക്കും. പിന്നെ ഇന്നലെ നജ്ലയുടെ ഉമ്മ ഒരു വീഡിയോസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശ്രീജ എ എന്ന് പറയുന്ന എന്നെക്കുറിച്ച് പുന്നോട് വാടി പുന്നോട്ട് വന്നാൽ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പുന്നോട് വന്ന് നിന്നെ കാണാൻ ആരാ? നീ ഐശ്വര്യ റായി ആണോ അതോ വേറെ വല്ലതുമാണോ നിന്നെ വന്ന് പുന്നോട് വന്ന് കാണാൻ? പിന്നെ നിൻ്റെ പച്ചിറച്ചി തിന്നാണെന്ന് നീ പറഞ്ഞു. നീ ഒരു 6-7 മാസങ്ങൾക്ക് മുന്നേ നിൻ്റെ മോളുടെ ചരിത്രം നീ ഒരു സ്ത്രീയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് നീ വിളമ്പിയിട്ടുണ്ടായിരുന്നു. നിൻ്റെ മോളുടെ പച്ചിറച്ചി അവൾ ഏകദേശം എത്ര കൊല്ലം തിന്നിട്ടുണ്ടാവും? അപ്പം നിനക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലേ? നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ കെട്ടിയവനെയും മടല് വെട്ടി അടിക്കണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിനക്കത് കുഴപ്പമുണ്ടായിട്ട് തോന്നിയില്ലേ? ഇപ്പോൾ ഞങ്ങൾ പറയുമ്പോഴാണോ നിനക്ക് കുഴപ്പമായിട്ട് തോന്നിയത്? നീ എന്ത് റെക്കോർഡാണുള്ളത്? ആ റെക്കോർഡുമായിട്ട് നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോകൂ, കേസ് കൊടുക്കൂ, എന്ത് വന്നാലും നേരിടാൻ തയ്യാറാണ് കേട്ടോ. പിന്നെ നജ്ലയുടെ കയ്യിൽ സ്വർണ്ണമുണ്ടോ ഇല്ലേ എന്നുള്ളത് നിനക്കാണോ അറിയാമെന്ന് ചോദിച്ചു. അതായത് ഹൈർനിസത്തേക്കാണോ അറിയാമെന്ന് ചോദിച്ചു. നിങ്ങളുടെ മകളുടെ കയ്യിൽ ഇത്രയും സ്വർണവും പണവും ഉണ്ടായിട്ട് പിന്നെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീണ്ടും നിങ്ങളുടെ മോളെ കൊണ്ട് നിങ്ങൾ ദണ്ഡിച്ചത്? നിങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ കൂടെ പറഞ്ഞത് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ അന്ന് എടുത്ത് വന്നിട്ട് എൻ്റെ മോളെ ആരും സഹായിക്കരുത്, അവളുടെ കയ്യിൽ അത്യാവശ്യം സ്വർണ്ണമുണ്ട്, പണമുണ്ട്, അവൾ നിങ്ങളെയെല്ലാം വഞ്ചിക്കുകയാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് വന്ന് പറയാതിരുന്നത്? ഇപ്പോൾ അവളിൽ നിന്നുള്ള സഹായങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കാരണം കൊണ്ടാണോ നിങ്ങൾ ഇപ്പോൾ ഈ മോളേനെ ഇട്ട് തരം താഴ്ത്തുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 5 പേരെ കൊന്ന അഫ്നാൻ്റെ ഉമ്മ സ്വന്തം മകൻ കഴുത്ത് ഞെരിച്ചെന്നോ തലക്കടിച്ചെന്നോ എന്ന് ഉണ്ടായിട്ട് പോലും, അങ്ങനെ ചെയ്തിട്ട് പോലും ആ ഉമ്മ സത്യം പറഞ്ഞില്ല. പിന്നീട് എപ്പോഴാണ് പറഞ്ഞത് അഫ്നാന ചെയ്തെന്നുള്ളത്? എന്നിട്ടും 5 പേരെ കൊന്നിട്ടും ആ ഉമ്മ ആ മകന് വേണ്ടിയിട്ടാണ് യാചിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ മകനെ ഇറക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് യാചിച്ചിട്ടുണ്ടായിരുന്നത്. ആ സാധനം വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊക്കെ ഒരു ഉമ്മയാണോ? ഒരു പെറ്റ ഉമ്മയ്ക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു നിറവയറോടെ ഇരിക്കുന്ന ഒരു മകള് അവളിനി എങ്ങനെ ആരേനെ പിടിച്ചുകൊണ്ടായതായിക്കോട്ടെ നീയൊക്കെ അനുഭവിക്കടി, നീയൊക്കെ എന്താ പറയുക, അത്രയും വലിയ ശാപം കൊടുക്കാനും ഇതാക്കാനും. അതുപോലെ തന്നെ സ്വന്തം മോളെന്നെ മറ്റൊരു ചാനലിലേക്ക് വിളിച്ച് അവൾ വ്യഭിചാരിയാണ്, അവളെ വ്യഭിചാരത്തിന് പിടിച്ചു, കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചു, മോശം രീതിയിൽ കണ്ടു, നാട്ടുകാരടിച്ചു, എൻ്റെ സഹോദരങ്ങൾ അടിച്ചു, എൻ്റെ മക്കൾ അടിച്ചു, അവളേനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു എന്നൊക്കെ മറ്റൊരു ചാനലിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആ മകളെ ചൂഷണം ചെയ്തിട്ടുണ്ടാവും ഈ പണത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ എത്രത്തോളം ആ മകളേനെ ഉപയോഗിച്ചിട്ടുണ്ടാവും മറ്റുള്ളവരും കയ്യിൽ നിന്നും പണം നേടുന്നതിന് വേണ്ടിയിട്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, മകളിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് ആ മകൾക്കെതിരെ നിൽക്കുന്നത്. കാരണം ഇന്ന് മകൾ ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ ആ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് അവൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന വരുമാനം അവിടെ സ്റ്റോപ്പായി. അതുകൊണ്ടുള്ളൊരു വ്യക്തി വൈരാഗ്യമാണ് നിങ്ങളുടെ മകളോട് തീർത്തുകൊണ്ടിരിക്കുന്നത്. നജ്ലയെ ഞാൻ എവിടെയും സപ്പോർട്ട് ചെയ്യുകയല്ല. സ്വന്തം ഉമ്മാനെ പറയാൻ പാടാത്ത കാര്യങ്ങൾ തന്നെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളത് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലരും പറഞ്ഞു നജ്ലയുടെ 2ാമത്തെ കുട്ടികൾ നജ്ലേനെ പോടി എന്ന് വിളിക്കുന്നില്ലേ, അല്ലെങ്കിൽ അവളെ അടുത്ത് ദേഷ്യപ്പെടുന്നില്ലേ, പിന്നെ എന്താണ് ഈ മൂത്ത മോൾക്ക് പറഞ്ഞാൽ മൂത്ത മോള് നീ എന്ന് വിളിച്ചതിൽ എന്താ തെറ്റുള്ളതെന്നുള്ളത്? 2ഉം 2ആണ്. മനസ്സിലായില്ലേ? മക്കൾ സ്വയം ഒരു അമ്മേനെ വിളിക്കുമ്പോൾ അവിടെ ഇങ്ങനെ അമ്മയ്ക്ക് ചിലപ്പോൾ എൻ്റെ മകൻ ചെറിയതാണ്, ഇത്രയും ആയിട്ടില്ലല്ലോ, ഒന്നും കൂടി വലുതായാൽ അവനത് നിർത്തുമെന്ന് സ്വയം ആശ്വസിക്കും. എന്നാൽ ഒരു മകളെ കൊണ്ട് സ്വന്തം ഉമ്മ തന്നെ പറയിപ്പിക്കുമ്പോൾ, അതായത് നജ്ലയുടെ മോളെ എടുത്ത് പോയിട്ട് ഈ ഉമ്മ തന്നെ നീ എന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അത് ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങൾ ആ മോളേനെ നല്ലപോലെ നോക്കാനാണോ കൊണ്ടുപോയത്? നിങ്ങൾ ആ മോളേനെ നല്ലപോലെ നോക്കാനാണ് കൊണ്ടുപോയതെങ്കിൽ ഇത്രയും ആ മോളെ വെച്ചിട്ട് ഉണ്ടാക്കില്ലായിരുന്നു. നിങ്ങൾക്ക് എന്താണ് മുഖ്യം? സ്വർണ്ണമാണ് മുഖ്യം. എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ആർത്തി എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് മുതലിനോടുള്ള ആർത്തി എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. 25 പവൻ സ്വർണം കൊടുത്ത് കെട്ടിച്ചു, അത് അന്ന് കഴിഞ്ഞില്ലേ? പിന്നെയും നിങ്ങളതിങ്ങനെ പറയുമ്പോഴോ അതിലവൾ തന്നെ പറയുന്നുണ്ട് 6 പവൻ അങ്ങനെ കൊടുത്തു, 6 പവൻ ഇങ്ങനെ കൊടുത്തു എന്നുള്ളത്. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? മനുഷ്യശ്രീയാണോ? പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം, പച്ചിറച്ചി തിന്നുക എന്നുള്ളത്. എനിക്ക് നിൻ്റെ പച്ചിറച്ചി തിന്നേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ?
പിന്നെ നിൻ്റെ വീട്ടിൽ വന്നിട്ടല്ല ഞങ്ങൾ പറയണത്, നിൻ്റെ മോള് തന്നെ പറയുന്നു എന്തെന്ന്, റഹീമിൻ്റെ കുട്ടിയല്ല, നിങ്ങളെങ്ങനെ നടന്നു എന്നുള്ളതും നിങ്ങളുടെ ഭർത്താവ് 10 വർഷം ഗൾഫിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതും അപ്പോൾ അവൾ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെ അവൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു. നിങ്ങളൊരാളിനെ വീട്ടിൽ വന്നിരുന്നിട്ടല്ല ഞങ്ങൾ പറയണതും ചോദിക്കുന്നതും. സോഷ്യൽ മീഡിയയിൽ ഒരാൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും എടുത്തിട്ടിട്ട് പറയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ തീർക്കണം. അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പലരും, ഞാനടക്കമുള്ള പലരും അത് കണ്ടന്റാക്കി ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ നീ ഇപ്പോൾ യൂട്യൂബിൽ എന്തിനാണ് വന്നിരിക്കുന്നത്? നീയും പണത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ഇപ്പം നിൻ്റെ മോളെ പച്ചറച്ചി തിന്നുകൊണ്ടിരിക്കുന്നത്. അതും ആ കൊച്ചുമോളിന്, സ്വന്തം മോളോട് നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ പേരക്കുട്ടിയോട് നിനക്ക് എങ്ങനെ ഉത്തരവാദിത്വം ഉണ്ടാകും? ഞങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. നീ ആ മോളേനെ കൂടെ കൂട്ടിയിരിക്കുന്നത് നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്, നിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ മോളേനെ നല്ലപോലെ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. മനസ്സിലായോ? അങ്ങനെ നീ ആ മോളേനെ നല്ലപോലെ വളർത്തുക എന്ന ഉദ്ദേശമായിരുന്നുവെങ്കിൽ മറ്റു യൂട്യൂബേഴ്സിന് കൊണ്ടുപോയിട്ട് നീ എന്ത് ചെയ്യില്ലായിരുന്നു? മോളേനെ പീഡനം അനുഭവിച്ചിട്ടുണ്ട് ഈ കുട്ടി എന്ന് പറഞ്ഞിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വലിച്ച് നീ കൊടുക്കില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നീ കേസ് ആദ്യം കൊടുക്ക്, എന്നിട്ട് വായോ കേട്ടോ.